Hello, welcome to Insight Point. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്. ഹെഡ് ഓഫീസ് എക്സൈസ് ചെയ്യുന്ന ഡിഗ്രി ഓഫ് കൺട്രോളിൻ്റെ ബേസിസിലും അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിലും ബ്രാഞ്ചസിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻലാൻഡ് ബ്രാഞ്ചസ്, രണ്ട് ഫോറിൻ ബ്രാഞ്ചസ്. ഇൻലാൻഡ് ബ്രാഞ്ചസിനെ എഗെയിൻ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, രണ്ട് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. സോ നമുക്ക് പറയാം 3 ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, രണ്ട് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്, മൂന്ന് ഫോറിൻ ബ്രാഞ്ചസ്. ആദ്യം എന്താണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഈസ് എ ബ്രാഞ്ച് വിച്ച് ഫുള്ളി ഡിപ്പെൻഡ്സ് ഓൺ ദി ഹെഡ് ഓഫീസ്. It does not maintain books of accounts. It sells goods received from the head office. It has no power to purchase goods from others. It works strictly according to the instructions of the head office. എന്താണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്? ഹെഡ് ഓഫീസിനെ മുഴുവനായും ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇത്തരം ബ്രാഞ്ചുകൾ ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് സെൽ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ഗുഡ്സ് വാങ്ങാനുള്ള പവർ ഇത്തരം ബ്രാഞ്ചിന് ഇല്ല. ഹെഡ് ഓഫീസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് സ്ട്രിക്റ്റായി ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ബ്രാഞ്ചാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഹെഡ് ഓഫീസാണ് ഈ ബ്രാഞ്ചിനെ ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഫസ്റ്റ് വൺ, branches mainly sell goods supplied by the head office. ഹെഡ് ഓഫീസ് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആണ് ബ്രാഞ്ചസ് മെയിൻലി സെൽ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ദി ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലാണ്. നെക്സ്റ്റ് വൺ, ബ്രാഞ്ചസ് സെൽ ഗുഡ്സ് ഫോർ ക്യാഷ്. ദേ സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓൺലി ഇഫ് ദേ ആർ ഓതറൈസ്ഡ് ടു ഡു സോ. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഗുഡ്സ് സെൽ ചെയ്യുന്നത് ക്യാഷിനാണ്. ഇനി ക്രെഡിറ്റിന് ഗുഡ്സ് സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. അവരെ അങ്ങനെ ചെയ്യാൻ അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ക്രെഡിറ്റിന് ഗുഡ്സ് സെൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ക്യാഷിന് മാത്രമാണ് അവർക്ക് ഗുഡ്സ് സെൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, ഓൾ മേജർ എക്സ്പെൻസസ് ആർ പെയ്ഡ് ഡയറക്ട്ലി ബൈ ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് നേരിട്ട് തന്നെയാണ് മേജർ എക്സ്പെൻസസ് ഒക്കെ പേ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ക്യാഷ് കളക്റ്റഡ് ഈസ് എയ്തർ റിമിറ്റഡ് ഡെയിലി ടു ദി ഹെഡ് ഓഫീസ് ഓർ ഡെപ്പോസിറ്റഡ് ഇൻ ദി ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ എ ലോക്കൽ ബാങ്ക്. കളക്ട് ചെയ്യുന്ന ക്യാഷ് ഹെഡ് ഓഫീസിലേക്ക് ഡെയിലി പേ ചെയ്യും, അല്ലെങ്കിൽ ലോക്കൽ ബാങ്കിലുള്ള ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, ബ്രാഞ്ചസ് ഡു നോട്ട് മെയിൻറ്റെയിൻ ദെയർ ഓൺ ബുക്സ്. ബ്രാഞ്ചസ് അവരുടെ ഓൺ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ, സെയിൽസ് ബുക്ക്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തുടങ്ങിയ റെക്കോർഡ്സ് മാത്രമാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്താണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് ഇനി പഠിക്കുന്നത്. 4 മെത്തേഡ്സ് യൂസ് ചെയ്താണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡെപ്റ്റേഴ്സ് സിസ്റ്റം. സെക്കൻഡ് വൺ, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. തേർഡ് വൺ, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം. ഫോർത്ത് വൺ, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. ഇതിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റവും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റവും മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡെപ്റ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഇതൊരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റിനായോ ഒരു ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റിനായോ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. Under debtor system, the relationship between branch and head office is similar to debtor and creditor. Branch treats its head office as its creditor and head office treats its branch as its debtor. ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതുപോലെയാണ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇവിടെ ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ട്രീറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റർ ആയിട്ടാണ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിനെ ട്രീറ്റ് ചെയ്യുന്നത് ഡെപ്റ്റർ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഡെപ്റ്റർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഈ മെത്തേഡിൽ ഹെഡ് ഓഫീസ് ഓരോ ബ്രാഞ്ചിന് വേണ്ടിയും
ഒരു അക്കൗണ്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ അക്കൗണ്ടിനെ ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഹെഡ് ഓഫീസ് റെക്കോർഡ് ചെയ്യുന്നത്. ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിനെ വൺ അക്കൗണ്ട് സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട്. സൈസ് ഓഫ് ബ്രാഞ്ച് സ്മോൾ ആണെങ്കിൽ മാത്രമാണ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഈ മെത്തേഡിനെ അനലിറ്റിക്കൽ സിസ്റ്റം എന്നും പറയുന്നുണ്ട്. അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്, ഇൻസ്റ്റെഡ് ഓഫ് ഓൺലി വൺ ബ്രാഞ്ച് അക്കൗണ്ട്, സെവറൽ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ദി ട്രാൻസാക്ഷൻ ഓഫ് എ ബ്രാഞ്ച് ആർ മെയിൻറ്റെയിൻ ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. നമുക്കറിയാം ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബ്രാഞ്ച് അക്കൗണ്ട്. എന്നാൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ ഒരു അക്കൗണ്ട് മാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പകരം ഒത്തിരി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബ്രാഞ്ചിൻ്റെ ട്രാൻസാക്ഷനുമായി റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി അക്കൗണ്ട്സ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? സാധാരണ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ബ്രാഞ്ചിലോട്ട് ഇൻവോയ്സ് പ്രൈസിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ സൈസ് ലാർജ് ആണെങ്കിൽ. ഈ രണ്ട് കേസിലുമാണ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് സാധാരണയായി യൂസ് ചെയ്യാറുള്ളത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്, ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട്. ഇത്രയും അക്കൗണ്ട്സ് ആണ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഈ ഓരോ അക്കൗണ്ടും എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നും ബ്രീഫായി ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ആണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഹാവ് എ സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ ബ്രാഞ്ച് സ്റ്റോക്ക്. ബ്രാഞ്ചിലെ സ്റ്റോക്കിന് മേലെ ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഇൻവോയ്സ് പ്രൈസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു റിയൽ അക്കൗണ്ട് ആണ്. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ചിലെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ആയിട്ടുള്ള ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, സെയിൽസ് റിട്ടേൺ, ഇതൊക്കെ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക്, അതുപോലെ തന്നെ ബ്രാഞ്ചിലെ സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ആയിട്ടുള്ള സെയിൽസ്, ഗുഡ്സ് റിട്ടേൺ ടു HO, ഇതൊക്കെയാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. നെക്സ്റ്റ് അക്കൗണ്ട് ആണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റിനായോ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റിനായോ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദി ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ദി ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ലോഡുമായി റിലേറ്റ് ചെയ്യുന്ന എൻട്രീസ് ആണ് ഈ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ലോഡ് ഓൺ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്, ലോഡ് ഓൺ സ്പോയിലേജ്, ലോഡ് ഓൺ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ, സ്റ്റോക്ക് റിസർവ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്, ലോഡ് ഓൺ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച്, നോർമൽ ലോസ്. ഇതൊക്കെയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ലോഡ് ഓൺ സർപ്ലസ് ഓഫ് സ്റ്റോക്ക്, സ്റ്റോക്ക് റിസർവ് ഓൺ ഓപ്പണിംഗ് സ്റ്റോക്ക്, ലോഡ് ഓൺ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഇതൊക്കെയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് പോലെയാണ് ഉള്ളത്. നെക്സ്റ്റ് അക്കൗണ്ട് ആണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ദിസ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് വെൻ ദ ബ്രാഞ്ച് ഈസ് അലൗഡ് ടു സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിൽ ഗുഡ്സ് സെൽ ചെയ്യാൻ ബ്രാഞ്ചിന് അനുമതി ഉണ്ടെങ്കിൽ മാത്രം ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എന്തൊക്കെ ഐറ്റംസ് ആണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റ് സെയിൽസ്, ഇതൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, സെയിൽസ് റിട്ടേൺസ്,
ബാഡ് ഡെറ്റ്സ്, ബിൽസ് റിസീവബിൾ. ഇതൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. നെക്സ്റ്റ് അക്കൗണ്ട് ആണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ദി നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ദി ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ബ്രാഞ്ച് എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്, കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്, ഇതൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ഓർ ഡ്യൂ, ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇഫ് എനി അറ്റ് ബ്രാഞ്ച്, കോസ്റ്റ് ഓഫ് സർപ്ലസ് ഓഫ് സ്റ്റോക്ക്, ഇതൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്. നെക്സ്റ്റ് അക്കൗണ്ട് ആണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഈ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസും ഇല്ല, ക്ലോസിംഗ് ബാലൻസും ഇല്ല. ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് വാല്യൂ ഓഫ് ഗുഡ്സ് സെൻഡ്, ലോഡ് ഓൺ ഗുഡ്സ് റിട്ടേൺ. ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്, ലോഡ് ഓൺ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. നെക്സ്റ്റ് അക്കൗണ്ട് ആണ് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ഹോൾഡ് ചെയ്യാനും ബ്രാഞ്ച് എക്സ്പെൻസിന് വേണ്ടി ആ ക്യാഷ് യൂസ് ചെയ്യാനും ബാലൻസ് ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യാനും അനുമതിയുള്ള ബ്രാഞ്ച് മാത്രം ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. നെക്സ്റ്റ് അക്കൗണ്ട് ആണ് ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട്. ബ്രാഞ്ചിലെ ഓരോ അസറ്റിനു വേണ്ടിയും സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അഡീഷൻസ്, റിഡക്ഷൻസ്, ഡിപ്രീസിയേഷൻസ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുകയും എൻഡിൽ ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട്. ഇവിടെ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ്, പർച്ചേസ് ഓഫ് അസറ്റ്. ഡിപ്രീസിയേഷൻ ആണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്താണെന്നും അതിൽ യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ പഠിച്ചത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിലാണ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. ഇനി രണ്ട് മെത്തേഡ്സ് കൂടെ വരുന്നുണ്ട്, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റവും ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റവും. ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിനെ പറ്റിയാണ്. ടൈപ്സ് ഓഫ് ബ്രാഞ്ചിലെ സെക്കൻഡ് ടൈപ്പ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ഈസ് വൺ വിച്ച് ക്യാരീസ് ഇറ്റ്സ് ബിസിനസ് ഇൻഡിപെൻഡൻ്റ്ലി ബട്ട് ഫങ്ഷൻസ് ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ഹെഡ് ഓഫീസ്. ഇൻഡിപെൻഡൻ്റായി ബിസിനസ് ക്യാരി ചെയ്യുന്ന ബ്രാഞ്ചാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. പക്ഷേ ഹെഡ് ഓഫീസിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ബ്രാഞ്ചിൻ്റെ സൈസ് ലാർജ് ആകുമ്പോഴാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ഓപ്പറേറ്റ് ചെയ്യാൻ ഹെഡ് ഓഫീസ് അനുവദിക്കുന്നുള്ളൂ. അക്കൗണ്ടിംഗ് ഫംഗ്ഷന് വേണ്ടി ഹെഡ് ഓഫീസിനെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ഓർ ഫീച്ചേഴ്സ് ഓഫ് ദി അക്കൗണ്ടിംഗ് സിസ്റ്റം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. ഫസ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ദി ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് എ HO അക്കൗണ്ട് ഇൻ ഇറ്റ്സ് ബുക്സ്. ബ്രാഞ്ച് അതിൻ്റെ ബുക്സിൽ ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഈ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് ദി ബ്രാഞ്ച് പ്രിപ്പയർസ് ഇറ്റ്സ് ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് സെൻഡ്സ് കോപ്പീസ് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ദി HO ഫോർ ഇൻകോർപ്പറേഷൻ. എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡിൽ ബ്രാഞ്ച് ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ കോപ്പീസ് ഹെഡ് ഓഫീസിലേക്ക് ഇൻകോർപ്പറേഷന് വേണ്ടി സെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഓൺ റിസീവിംഗ് ദി ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ബ്രാഞ്ച് ദി ഹെഡ് ഓഫീസ് റീകൺസിഡേഴ്സ് ദി ബാലൻസസ് ഇൻ HO അക്കൗണ്ട് ആസ് ഷോൺ ഇൻ ബ്രാഞ്ച് ട്രയൽ ബാലൻസ് വിത്ത് ദി ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ് ഇൻ ഇറ്റ്സ് ബുക്സ്. ബ്രാഞ്ചിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് റിസീവ് ചെയ്ത് ബാലൻസസ് ഹെഡ് ഓഫീസ് റീകൺസിൽ ചെയ്യും. എങ്ങനെയാണ് ഹെഡ് ഓഫീസ് റീകൺസിൽ ചെയ്യുന്നത്? ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലുള്ള ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസും ബ്രാഞ്ച് ട്രയൽ ബാലൻസിൽ കാണിച്ചിട്ടുള്ള ഹെഡ് ഓഫീസ് അക്കൗണ്ടിലെ ബാലൻസും തമ്മിലാണ് ഒത്തുനോക്കുന്നത്. ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ആഫ്റ്റർ പാസിംഗ് ദി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് the head office passes necessary journal entries to incorporate the branch trial balance in its books. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്തതിന് ശേഷം ഹെഡ് ഓഫീസ് ആവശ്യമായിട്ടുള്ള ജേണൽ എൻട്രീസ് പാസ് ചെയ്യുന്നുണ്ട്.
എന്തിനു വേണ്ടിയാണ് ജേണൽ എൻട്രീസ് പാസ് ചെയ്യുന്നത്? ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലുള്ള ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നെസസറി ജേണൽ എൻട്രീസ് ഹെഡ് ഓഫീസ് പാസ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ്, if accounts of branch books and head office books are consolidated, then the branch account in the head office books and the head office account in the branch books will be eliminated. ബ്രാഞ്ച് ബുക്സും ഹെഡ് ഓഫീസ് ബുക്സും കൺസോളിഡേറ്റഡ് ആണെങ്കിൽ ഹെഡ് ഓഫീസ് ബുക്സിലെ ബ്രാഞ്ച് അക്കൗണ്ടും ബ്രാഞ്ച് ബുക്സിലെ ഹെഡ് ഓഫീസ് അക്കൗണ്ടും എലിമിനേറ്റ് ചെയ്യും. ഇതോടെ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് കഴിഞ്ഞു. ടൈപ്സ് ഓഫ് ബ്രാഞ്ചിലെ നെക്സ്റ്റ് വൺ ആണ് ഫോറിൻ ബ്രാഞ്ച്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയാം. ഫോറിൻ ബ്രാഞ്ച് ഈസ് എ ബ്രാഞ്ച് ഓർ ഡിവിഷൻ ഓഫ് എ കമ്പനി ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എ ഫോറിൻ കൺട്രി. ഫോറിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബ്രാഞ്ച് അല്ലെങ്കിൽ ഡിവിഷനാണ്. ഫോറിൻ കൺട്രിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസിൻ്റെ തിയറി ക്ലാസ് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.